അത് മുഴുവൻ അവിടുന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നലല്ല, അതാണ് അതിൻ്റെ സത്യമെന്ന് എനിക്ക് തോന്നുന്നു. 2, അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിലും അവരുടെ കൂടെയുള്ള ഈ 2 ദേവസ്വം ബോർഡ് മെമ്പേഴ്സിൻ്റെ കാലഘട്ടത്തിലുമാണ്, അവരുടെ സമ്മതത്തോടു കൂടിയാണ് 2019 അവിടുന്ന് സ്വർണം കടത്തിയത്. ശബരിമലയിലെ സ്വർണത്തിൻ്റെ ഒരു വീതമാണ് ഇപ്പോൾ SIT റിക്കവറി ചെയ്ത്, അത് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിൻ്റെ ആൻസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നീട് വരുന്ന പ്രതികളും പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ അതിനകത്ത് പെട്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. ആ 2 FIRനകത്ത് ഏകദേശം 10-13 പേരോളം വന്നിട്ടുണ്ട്. ആ 13 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തൊണ്ടിമുതലും കണ്ടെത്തിയതോടെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള നീക്കത്തിലാണ് SIT. ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ തെളിവെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് SITക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നത് എന്ന് കരുതുന്ന 400 ഗ്രാം സ്വർണം കർണാടക ബെള്ളാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഇയാളുടെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്ന് 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വസ്തുവകകളുടെ രേഖകളും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടും. 30-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി. അതിനു മുൻപ് 29-ന് മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കാം. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് വിവരം. കൊള്ളയുടെ ഗൂഢാലോചനയിലേക്കാണ് ഇനി അന്വേഷണം നീളുന്നത്. ഈ ഒരു വിഷയത്തിൽ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം തിരിച്ചെത്തിയിരിക്കുകയാണ്. സുപ്രധാന തെളിവുകൾ ശേഖരിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും കേസ് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്? ശബരിമല കേസിൻ്റെ SITയുടെ അന്വേഷണത്തിലെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ആ കേസ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ഇവർ അന്വേഷിച്ചപ്പോൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. അത് ഒരു സത്യമായ കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞതെന്നും അതനുസരിച്ചുള്ള SITയുടെ അന്വേഷണത്തിൽ ശബരിമലയിൽ നിന്ന് 1998-99 മുതൽ അവിടുത്തെ വിഗ്രഹത്തിലും അതിൻ്റെ കട്ടളപ്പടിയിലും അതിൻ്റെ അകത്തും പുറത്തുമൊക്കെ പൂശിയിരിക്കുന്ന സ്വർണം, പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പതുക്കെ കാലങ്ങളോളം എടുത്തെങ്കിലും അത് മുഴുവൻ അവിടുന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നലല്ല, അതാണ് അതിൻ്റെ സത്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അവിടെ മിച്ചമൊന്നുമില്ല, അല്പസ്വല്പം പൂശിയ സ്വർണം മാത്രമേ കാണുകയുള്ളൂ. അത് ആ ദ്വാരപാലക ശില്പത്തിലും അതുപോലെ തന്നെ കട്ടളപ്പടിയിലും അതിൻ്റെ അകത്തും പുറത്തുമൊക്കെ പൂശിയിരിക്കുന്ന സ്വർണം എല്ലാം പല രൂപത്തിലും പല തന്ത്രത്തിലും അവിടുന്ന് അടിച്ചു മാറ്റി അതിൻ്റെ പണം മുഴുവൻ ഓരോരുത്തരുടെ പോക്കറ്റിലേക്ക് പോയി കഴിഞ്ഞു. ശബരിമലയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് SIT 2 കേസുകൾ എടുത്തിട്ടുണ്ട്. ആ 2 കേസുകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അത് 2019 മോഷ്ടിച്ചെടുത്ത കാര്യങ്ങളാണ് ആ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് 2 FIRലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം വരാൻ പോകുന്നത്, മൊത്തം അവിടെ അടിച്ചു മാറ്റിയത് എത്ര, ഇപ്പോൾ അവിടെ മിച്ചം എത്രയുണ്ട്, ഇതിനകത്ത് 2019 എത്രത്തോളം അടിച്ചു മാറ്റി, അങ്ങനെയാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് 2019 മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ആ സമയത്ത് അടിച്ചു മാറ്റിയതിനെ പറ്റി മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം വരും എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയില്ല. എങ്കിലും അടിച്ചു മാറ്റിയതിൽ 2019 മെയ്യിലും ഓഗസ്റ്റിലും അടിച്ചു മാറ്റിയിരിക്കുന്ന 2 അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിലും അവരുടെ കൂടെയുള്ള ഈ 2 ദേവസ്വം ബോർഡ് മെമ്പേഴ്സിൻ്റെ കാലഘട്ടത്തിലുമാണ്, അവരുടെ സമ്മതത്തോടു കൂടിയാണ് 2019 അവിടുന്ന് സ്വർണം കടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെയുള്ള ആൾക്കാരും വേറെ കഥാപാത്രങ്ങൾ കാണാം. അവിടെ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം 2019 മാത്രമാണ് ഇപ്പോഴത്തെ FIRൽ വരുന്നത്. അതുകൊണ്ട് അത് എത്രത്തോളം വരുമെന്ന് കൃത്യമായിട്ട് പറയാൻ പാടില്ല. അടിച്ചു മാറ്റിയതിൻ്റെ ഒരു വിഭാഗം ഇപ്പം പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്.
അത് ആയിട്ട് രണ്ട് FIRൻ്റെയും അതിനകത്ത് സഹകരിച്ചവരും അതിൻ്റെ നോളജ് ഉള്ളവരും ആ കോൺസ്പിറസിയിലുള്ളവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞ പോലെ 6 ആഴ്ചയ്ക്കകം അത് തീർക്കാമില്ലെങ്കിൽ ഒരു 3-4 ആഴ്ച അങ്ങോട്ട് കൊടുത്താൽ ആ പ്രശ്നം തീർക്കും. 1 മാസത്തിനുള്ളിൽ ഈ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കുന്നതാണ് ഉത്തമം. ഈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ രേഖകളും SIT കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഇടപാടുകളുടെ എല്ലാം പണത്തിന്റെ സ്രോതസ് സ്വർണ്ണ കവർച്ചയിൽ നിന്നായിരിക്കുമോ? നമുക്ക് അങ്ങനെ സംശയിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും വേറെ ഒന്നുമല്ല. ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം. ഞാനതിൻ്റെ തുടക്കം മുതൽ പറയുന്നുണ്ട്. അവിടെ 1998-99 കാലത്തിൽ ബോംബെയിലെ ആ വ്യവസായി 44 കിലോ 800 ഗ്രാം സ്വർണം അവിടെ കൊണ്ടുവന്നു. അതിൽ 38 കിലോ 300 ഗ്രാം അവിടെ ചെലവഴിച്ചെന്നാണ് അന്നത്തെ കണക്ക്. എത്രത്തോളം പതിച്ചു നമുക്കറിയില്ല. ബാക്കി അതിനകത്ത് 6 കിലോ ചില്ലുവാനും എവിടെ പോയി എന്ന് തുടങ്ങണം. അതിനുശേഷം കാലാകാലങ്ങളിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നതിൽ 2019 മാത്രം ഇപ്പോൾ അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ അവിടുന്ന് 400 ഗ്രാം എന്ന് പറയുന്നു, 468 ഗ്രാം ലഭിക്കണം. അതുകൂടാതെ അത് ഹൈദരാബാദിൽ പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, ഒരു 176 ഗ്രാം അതും കിട്ടണം. മറ്റേത് 109 ഗ്രാം കൂലിയായിട്ട് സ്മാർട്ട് ക്രിയേഷൻസിന് അവിടെ ചെന്നൈയിൽ കൊടുത്തത് അതും തൽക്കാലം ലഭിക്കണം. അതിനൊരു കൃത്യമായ കണക്കുണ്ടാവില്ല. ശബരിമലയിലെ സ്വർണത്തിൻ്റെ ഒരു വീതമാണ് ഇപ്പോൾ SIT റിക്കവറി ചെയ്ത് 2019 കാലഘട്ടത്തിൽ അടിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ അന്വേഷണം ഈ 2 FIR കൂടെ പൂർത്തിയാക്കുക, അതിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കുക. അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുള്ളിയുടെ ഒപ്പം ഈ കേസിനകത്ത് സഹകരിച്ചവരെ കൂടെ പ്രതിയാക്കി ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാം. അതേസമയത്ത് ബാംഗ്ലൂർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് അയാളുടെ സുഹൃത്ത് ശബരിമല ഭക്തൻ സ്വർണ്ണക്കടക്കാരൻ്റെ 400 ഗ്രാം എടുത്തുനിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ 478-76 എന്നൊക്കെയാണ് ഒരു കണക്ക്. എന്തായാലും അവിടെ നിന്ന് ലഭിച്ച മറ്റ് റെക്കോർഡുകൾ, അത് സ്വർണം പലരും കൊടുത്തിട്ടുണ്ട് ശബരിമലയെ കൊണ്ടുപോയി പൂശാൻ, അതിനൊരു കണക്ക് വേണം. അത് തന്നെയല്ല അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പണം മുടക്കിയിട്ടുണ്ട്. അത് വേറൊരാളുമായിട്ട് ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയൊരു ബിസിനസ് ശൃംഖല അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും 38 കിലോ സ്വർണം അല്ലെങ്കിൽ 44 കിലോ സ്വർണം ആണ് ശബരിമലയിൽ വന്ന സ്വർണമാണ്. ആ സ്ഥലക്കച്ചവടത്തിനും അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും ഉണ്ണികൃഷ്ണൻ പോറ്റി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നതും അതിൻ്റെ റെക്കോർഡുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ ഈ 2019 ആ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അത് കോടതി റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1998-99 കാലഘട്ടത്തിൽ സ്വർണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 38 കിലോയും അവിടെ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോയി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലും കട്ടളപ്പടിയിലുമൊക്കെ സ്വർണം തേക്കാനും പൊതിയാനുമായിട്ട് ധാരാളം പേരുകൾ അവിടെ സ്വർണം കൊടുത്തിട്ടുണ്ട്, ക്യാഷും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്ക് അടുത്ത FIRൽ അല്ലെങ്കിൽ SITക്ക് തന്നെ സോമോട്ടോ ആയിട്ട് ഈ 2019 ഒഴിച്ച് ബാക്കി വരുന്നതിന് ഒരു FIR സോമോട്ടോ ആയിട്ട് എടുക്കാം. ക്രൈംബ്രാഞ്ചിൽ ഒരു FIR എടുക്കുക. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ രജിസ്ട്രാറിൻ്റെ അവിടുന്ന് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വരാനായിട്ടുള്ള കാലതാമസം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതുവരെ വന്നതായിട്ട് ഒരു വാർത്തയില്ല. അതുകൊണ്ട് സോമോട്ടോ ആയിട്ട് ഈ 2019 ഏകദേശം ഉദ്ദേശം എത്ര അടിച്ചുകൊണ്ട് പോയി അത്ര റിക്കവറി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം
അടുത്ത സോമോട്ടോ FIR-നകത്ത് അത് ഉൾക്കൊള്ളിക്കുക. അത് ഏതൊക്കെ കാലാകാലങ്ങളിലാണ് അവിടുത്തെ ശബരിമല പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പുള്ളിയുടെ ആശ്രിതരും അടിച്ചു മാറ്റിയതോ കാലാകാലങ്ങളിൽ അടിച്ചു മാറ്റിയവർക്ക് ഓരോന്നോരോ സ്പ്ലിറ്റ് ചെയ്ത് FIR പിന്നീട് എടുക്കേണ്ടി വരും. ഇപ്പോഴേ സോമോട്ടോമായിട്ട് SIT ഒരു FIR എടുക്കണം. അതോടൊപ്പം അതിനുശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം കോടതിയുടെ അനുവാദത്തോടു കൂടി ഈ അടുത്ത FIR-ൻ്റെയും അതുപോലെ തന്നെ മറ്റ് FIR-ൻ്റെയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് SITക്ക് സുഖമായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രമേഷ് റാവു, ഗോവർദ്ധൻ, അനന്തസുബ്രഹ്മണ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെല്ലാം കൂട്ടുകച്ചവടം നടത്തിയതിന്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ശബരിമല കേസിൽ ഇവരുടെ പങ്ക് എന്താകും? ഏത് രീതിയിലായിരിക്കും ഇവർക്കെതിരായ കേസ് ഇനി വരുന്നത്? ഇവരെല്ലാം പ്രതിയായേ പറ്റുള്ളൂ. കാരണം അതൊരു ഡക്കോയിറ്റിയാണ്, മോഷണമാണ്. അവിടുത്തെ സ്റ്റാഫ് വരുമ്പോൾ അവർക്ക് ക്രിമിനൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റാണ്, മിസ്ട്രസ്റ്റാണ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ടുണ്ട്. പലരും ധാരാളം വകുപ്പുകൾ വരും ഇതിൻ്റെ അകത്ത്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും സബ്സിക്വൻ്റ് കേസുകളിൽ, ഈ കേസ് മാത്രമല്ല സബ്സിക്വൻ്റ് കേസുകളും എടുക്കാൻ പോകുന്ന കേസുകളിൽ അവരെല്ലാം പ്രതിയാകും. അതിന് യാതൊരു സംശയവുമില്ല. ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങൾ, അതോടൊപ്പം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് ലഭിച്ച സ്വർണ്ണക്കട്ടികൾ, ഇത്രയും സ്വർണം കണ്ടെത്തിയത് ഈ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് തൊണ്ടിയാണ്. ശബരിമലയിൽ 2019 2 പ്രാവശ്യം 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിൽ പോയ മോഷണം, പോയ സ്വർണത്തിൻ്റെ കണക്കാണ് ഈ 2 FIR-ൽ വരേണ്ടത്. ഓരോരോ പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിൽ എത്ര അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി, അതിലെത്ര റിക്കവർ ചെയ്തു. ഈ 2 കേസിലും അങ്ങനെ തന്നെ അന്വേഷണം കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ഒരു പീരീഡാണ് ഇപ്പം നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ മോഷണം അവിടെ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. അവർക്ക് സോമോട്ടോമായിട്ട് കേസെടുത്തേ വെക്കുകയുള്ളൂ. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ആ നിർദ്ദേശം 2019 കേസിനകത്ത് അത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സോമോട്ടോമായിട്ട് കേസെടുക്കുക, ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി വീണ്ടും സബ്സിക്വൻ്റ് കേസുകൾ എടുക്കുക. ആ കേസുകളുടെ അന്വേഷണം ഈ SIT തന്നെ കണ്ടിന്യൂ ചെയ്യുക. കൂടുതൽ ആൾക്കാരെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. കൂടുതൽ നല്ല കൊള്ളാവുന്ന അന്വേഷണം അറിയാവുന്ന ഓഫീസേഴ്സ് ഇതിനകത്ത് വരണം. കാരണം തുടർച്ചയായിട്ട് 8-10 കേസുകൾ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഓരോ കേസുകളും ഓരോ സീനിയർ ഓഫീസർമാരെ ഏൽപ്പിക്കണം. കാരണം സ്വർണ്ണമാണ്, പൊന്നാണ്, എല്ലാവർക്കും കൈയിട്ട് വരാനുള്ള ഒരു മനസ്സ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള വെറ്ററന്മാരായ നല്ല പോലീസ് ഓഫീസേഴ്സ് അവരെ മാത്രം ആ കേസിൻ്റെ അന്വേഷണത്തിൽ ഏൽപ്പിക്കുക. കാരണം ഏത് രീതിയിലും സ്വാധീനപ്പെടുത്താൻ കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ശബരിമലയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ലോകം അല്ലെങ്കിൽ ഇന്ത്യ ഒരിക്കലും, അല്ലെങ്കിൽ കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മോഷണമാണ് ഭഗവാന്റെ മുമ്പിൽ നിന്ന് നടത്തിയത്. അതിനോട് എന്തായാലും യോജിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്തവന്മാരെ തുറുങ്കിലടച്ചേ പറ്റുള്ളൂ. അത് എത്ര ഉന്നതനായാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളായാലും ശരി, അതിനൊന്നും ഗവൺമെൻറ്റിന് ഉത്തരവാദിയല്ല. അത് അവർ തന്നെ ചുമന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് കൂട്ടുനിന്ന ആൾക്കാരെ എല്ലാവരും ആ കേസിനകത്ത് സബ്സിക്വൻ്റ് വരുന്ന FIR-നകത്ത് പ്രതിയാകും. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ കണ്ടെത്തിയ സ്വർണം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ കണ്ടെത്തിയ സ്വർണം, അത് ശബരിമലയിൽ നിന്ന് കവർന്നതാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. ഇതിനായി എന്ത് പരിശോധനയാണ് നടത്തുക? ആഭരണങ്ങളാക്കി മാറ്റിയെന്ന് കരുതുന്ന സ്വർണം ഇത്തരത്തിൽ കവർന്നതാണോ എന്നറിയാൻ വല്ല മാർഗമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് ആ പ്രതികളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യേണ്ടി വരും. ആർക്കൊക്കെ സ്വർണം കൊടുത്തു, ഇയാൾ സ്വർണമായിട്ട് കൊടുത്തോ അതോ പണമായിട്ട് കൊടുത്തോ എന്നൊക്കെ അറിയണം. സ്വർണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണം ആ പ്രതികളിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടി വരും. പണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം, ഈ സ്വർണം വിറ്റത് എവിടെയാണ്, അവരെത്ര രൂപ കൊടുത്തു, ആ പണമാണ് ഇവർക്ക് കൊടുത്തത് എന്ന് തീർച്ചയായിട്ടും പ്രതിയുടെ മൊഴിയിലുണ്ടാവും. അത് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിൻ്റെ ആൻസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നീട് വരുന്ന പ്രതികളും പറയും. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം
മണി ട്രാൻസാക്ഷനും അല്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയതിന് അവിടുന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എവിടെ കൊണ്ടുപോയാൽ അത് ഉരുക്കിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഉരുക്കിയ സ്വർണം എത്രയുണ്ടെന്ന് ഓരോ സ്ഥലത്തും ഉള്ളവരുടെ കണക്കുണ്ട്. അത് പിന്നെ വിറ്റത് എവിടെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയണം. അതിന് എത്ര ലക്ഷം രൂപ കിട്ടി, ആ പണം എങ്ങനെ വിനിയോഗിച്ചു, അത് ആരുടെ കൈ കൂടെയൊക്കെ പോയി, ആർക്കൊക്കെ ഷെയർ കൊടുത്തു. എങ്കിലും ഇതിനകത്ത് മേജർ ഷെയറുകൾ മുഴുവൻ മിക്കവാറും പോയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലേക്കാണ്. കാരണം 2 കോടി രൂപയോളം മുതൽ മുടക്കുള്ളൊരു വീട് അയാൾ വെച്ചിരിക്കുന്നു. അയാളുടെ ശമ്പളം നമുക്കറിയാം, അയാളുടെ നേരത്തെ വളർച്ച നമുക്കറിയാം. ദേവസ്വം ബോർഡിലെ 99 കാലഘട്ടത്തിൽ അയാൾ വന്നപ്പം, 97 കാലഘട്ടത്തിൽ വന്നപ്പം ഒരു ക്ലർക്കിൻ്റെ ശമ്പളം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ പല പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ആരോപണമില്ല. അതൊക്കെ എന്തായാലും പോലീസ് കോടതിയും പരിഗണിക്കും, കണക്കിലെടുക്കും, അതിൻ്റേതായ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം ഈ കേസിനകത്ത് ഇവർ എത്ര സ്വാധീനപ്പെടുത്തിയാലും ശരി, ഇനി അതിൽ നിന്ന് മുക്തി തേടി അവർക്ക് വെളിയിൽ പോകാമെന്ന് കരുതണ്ട. കാരണം തൊണ്ടി ലഭിച്ചിരിക്കുന്നു, മോഷ്ടിച്ച ആളെ നമുക്ക് അറിയാം, അത് ആരൊക്കെ കൂടിയാണ് അവിടുന്ന് കൊണ്ടുപോയത് നമുക്കറിയാം. അത് കൊണ്ടുപോയി കൊടുത്ത സ്വർണ്ണക്കട നമ്മൾ അറിഞ്ഞിരിക്കുന്നു, അത് ഉരുക്കിയ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, ഉരുക്കിയ സ്ഥലത്ത് നിന്ന് അവർക്ക് കൂലിയായിട്ട് കൊടുത്ത സ്വർണവും കണ്ടെത്തിയിരിക്കുന്നു. ആ സ്വർണവും റിക്കവർ ചെയ്തിട്ടുണ്ട് ഞാൻ കരുതുന്നു. ഇത് കൂടുതൽ എന്താണ് ഒരു തെളിവ് വേണ്ടത്? അതുകൊണ്ട് മറ്റ് ന്യായങ്ങളും അവരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമൊന്നും ഏൽക്കില്ല. കാരണം കേസിൻ്റെ വഴി കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവിടുന്ന് പോയ സ്വർണം അത് മെൽറ്റ് ചെയ്ത് അത് ഉരുക്കി അത് വേറെ ആഭരണം പണിഞ്ഞത് എവിടെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്വർണം കൊടുത്തിട്ട് പകരം ഏത് കടയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങിച്ചു, അതൊക്കെ പോലീസ് കണ്ടെത്തും. അതുകൊണ്ട് ഇനി ഇതിനകത്ത് ഇവന്മാർക്കാർക്കും രക്ഷയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൺവിഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും കൺവിഷൻ ഉണ്ടാവും. ഇപ്പം തന്നെ അതിനകത്ത് പെട്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. ആ 2 എഫ്ഐആറിനകത്ത് ഏകദേശം 10-13 പേരോളം വന്നിട്ടുണ്ട്. ആ 13 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. അവർ ജാമ്യത്തിൽ പോകും, എന്തുവേണം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 90 ദിവസത്തിനകം ഇത് ട്രയൽ നടത്തണം. ഈ 2019 മോഷണ കേസ്. സാറേ, കഴിഞ്ഞ ദിവസം ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കവർച്ചയുമായി ബന്ധമില്ല എന്നും സ്വർണം കൈമാറുക മാത്രമാണ് ചെയ്തത് എന്നുമൊക്കെയാണ് ഗോവർദ്ധൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ രേഖകൾ കണ്ടെത്തുകയും ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണ്ണക്കട്ടികളും ഒക്കെ മുൻപിലുണ്ട്. അപ്പോൾ ഗോവർദ്ധന്റെ അറസ്റ്റിന് സാധ്യതയുണ്ടോ? ഈ കേസിൽ ഗോവർദ്ധൻ കൂടി പ്രതിയാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിൽ ആ സ്വർണ്ണക്കടക്കാരനെ ഉള്ള അറസ്റ്റ്, അയാൾ പറഞ്ഞ വിശദീകരണം, അയാൾ കൊടുത്ത സ്വർണം അവിടെ ഇയാൾ ആവശ്യപ്പെട്ടതനുസരിച്ച്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് ശബരിമലയെ പൂശാനായിട്ട് അയാൾ സ്വർണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്വർണം കൊടുത്തപ്പം അത് കൊടുത്ത സ്വർണത്തിൻ്റെ കണക്ക് വേറെ, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ഇയാൾക്ക് കച്ചവടം ചെയ്ത് അതാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്. രണ്ടും വ്യത്യാസമായ ആംഗിളിൽ നമുക്ക് കാണാൻ ഒക്കുകയുള്ളൂ. അയാൾ സ്വർണം പൂശാൻ അയാളെ ഏൽപ്പിച്ച സ്വർണം എവിടെ പോയി, അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ശബരിമലയിൽ നിന്ന് കൃത്യമായി 38 കിലോയുടെ സ്വർണം കിട്ടിയേ പറ്റുള്ളൂ. അത് അതിൻ്റെ കാലാവധി 1998-99 മുതൽ 2025 26 വർഷം. 26 വർഷം കൊണ്ടാണ് പല ആൾക്കാരും ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയതും മോട്ടിച്ചുകൊണ്ട് പോയി അവരുടെ സുഖജീവിതത്തിനും അവർക്ക് വലിയ കാർ വാങ്ങിക്കുന്നതിനും ഭൂമി വാങ്ങിക്കുന്നതിനും വീട് വാങ്ങിക്കുന്നതിനൊക്കെ അവിടുത്തെ ശബരിമലയിലെ ആ പുണ്യനഗരത്തിൻ്റെ അവിടെ സൂക്ഷിച്ചിരുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോയതാണ്. അതിന് ക്ഷമിക്കാൻ കഴിയില്ല. കൺവിഷൻ ശിക്ഷ കൃത്യമായിട്ടും അവർക്കുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഗോവർദ്ധന്റെ അറസ്റ്റിന് സാധ്യതയുണ്ടോ, ഇനി 2ാം ഘട്ട അന്വേഷണം എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ജോർജ് ജോസഫ് സാറുമായിട്ട് സംസാരിച്ചത്. ഇനി ഈ കേസിന്റെ അടുത്ത ഘട്ടം, ഈ തൊണ്ടി മുതൽ കിട്ടിയതിനെ കുറിച്ചും SITയുടെ നീക്കം, ഗൂഢാലോചന എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ, ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചെല്ലാം അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.